നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മൾ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതാണോ? എടുത്ത് കൂടിയടാ. എനിക്ക് ആ ഡ്രൈവറുടെ മകൾ കണ്ടതിനെ കുറിച്ചാ പേടി. അവളത് ലതികയോട് പറഞ്ഞു? അതൊന്നും അവള് പറയില്ല. കൈ നിറയെ പണം കിട്ടുമെന്ന് കരുതി ഡ്രൈവർ തന്നെ മകളെ ഒതുക്കിക്കോളും. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ അത്? അവളെയും നമ്മൾ കൈകാര്യം ചെയ്താലോ? എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷേ ആ കാര്യം നീ ഏറ്റെടുക്കണം. അതിനെന്താ, നീ അവിടെ കാണിച്ചതാ. നാളെ ആവട്ടെ. ഓക്കെ. ഇന്ന് ആരും ഇങ്ങോട്ട് വന്നില്ലേ? അകത്തുണ്ട്. എനിക്കൊരു മൂടില്ല. എനിക്ക് നല്ല മൂടാ. ഭർത്താവിന്റെ ഭരണശേഷമെങ്കിലും നീ എന്റെ ഭാര്യയായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്ത് ചെയ്യാം, ഒരു വിധവയെ വിവാഹം കഴിക്കാനായിരിക്കും എന്റെ യോഗം. എനിക്ക് വീട്ടിലേക്ക് പോണമെന്ന് തന്നെയില്ല. ഇപ്പൊ എങ്ങോട്ടെങ്കിലും മാറിയെന്നാ രതിയുടെ അച്ഛന് സംശയം വർദ്ധിക്കും. അച്ഛനെ കാണുന്നതന്നെ എനിക്ക് പേടിയാ. ഞാനൊന്ന് ശരിക്കും ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? നമുക്ക് ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും പോയാലോ? കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കേ. എല്ലാറ്റിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ധൈര്യമായിട്ട് പോയിക്കോ. പോയിക്കോ.
കരയാതിരിക്കൂ. ഞാനിനി വീട്ടിലേക്ക് പോവില്ല. എവിടെയെങ്കിലും പോയി മരിച്ചോളാം. ചേച്ചേ, എന്താ നീ പറയുന്നത്? വാ പോവാം. എങ്ങോട്ട്? അതൊക്കെ പോകുന്ന വഴിക്ക് ആലോചിക്കാം. എന്താ ഇത്? അവളെ കയറി പിടിച്ചോടനെ മറ്റവൻ ഓടിയെത്തി. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയായി. ഒടുവിൽ പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു. അതേതായാലും നന്നായി. ഇനി നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ കഴിയുന്നത് ആപത്താണ്. നീ ഇന്ന് തന്നെ നമ്മുടെ പഴയ താവത്തിലേക്ക് വെക്കും. ഞാൻ പറയാമെന്നോളാം. ഓക്കെ? ശരി. ലക്ഷക്കണക്കിന് രൂപയല്ലേടാ അവൻ നഷ്ടപ്പെടുത്തിയത്. ദൈവമേ, മകൻ പണവും കൊണ്ടുപോയോ? അതിനും മാത്രം പണം എന്റെ കയ്യിൽ എവിടുന്നാടാ? അവൻ ആ ഫാക്ടറിക്കാരന്റെ മകളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സ്വർണ്ണക്കട 1, സോപ്പ് ഫാക്ടറി 2, സിനിമാ തിയേറ്റർ 3, തടി ഡിപ്പോ 4, റബ്ബർ എസ്റ്റേറ്റ് 5, 1.5 കിലോ സ്വർണം, കൂടാതെ ഹാർട്ട് അറ്റാക്ക്. സാറിനോ? അല്ലടാ, പിന്നെ ആ പെണ്ണിന്റെ തന്തയ്ക്ക്. തന്തയ്ക്ക് എല്ലാം തൊലച്ചില്ലേ സാറേ? എനിക്ക് തോന്നുന്നത് അവൾ വല്ല കൈവശവും കൊടുത്തു കാണുമെന്നാ. എന്നാ അവളുടെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. അത് വേണോ? നീ വേഗം കാർ റെഡിയാക്ക്. എവിടെ പോകാനാ? അവരെവിടെ ഉണ്ടെങ്കിലും ഇന്ന് അവരെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കണം. എന്തിനാ? പോകുന്ന വഴിക്കൊക്കെ ബങ്ക് കാണും. അവിടെ നിർത്തി അടിച്ചാ മതി. പിന്നൊരു കാര്യം, അവളെ വഴിക്ക് വെച്ച് കണ്ട നീ കാർ കയറ്റി അങ്ങ് കൊന്നേക്കണം. അവളെ കാണുമ്പോ ഞാൻ കാർ നിർത്തി തരാം. സാറങ്ങ് കയറ്റിക്കോ. എനിക്ക് ഭാര്യയും മക്കളും ഉള്ളതാ. എടാ, എനിക്ക് ഈ കുന്തറാണ്ട അറിയാമായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഓടിപ്പിക്കുവോ? കേറ്റാനും കൊല്ലാനും ഒന്നും പോണ്ട. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം. അതൊരു മാനക്കേടല്ലടാ വാസു. ആ ഫാക്ടറി ഉടമയുടെ മകളിതറിഞ്ഞാ പിന്നെ അവനെ കെട്ടുവോ? മകനെ കിട്ടിയിട്ട് വേണ്ടേ കെട്ടാൻ? ഇപ്പൊ എന്തെന്ന് പറഞ്ഞാ പത്രത്തിൽ പരസ്യം കൊടുക്കുക? ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകുന്നതാണ്. എന്ത് കൊടുക്കേണ്ടി വരും? ഒന്നും കൊടുക്കണ്ട. എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഇനി വിളിച്ചോണ്ട് വരാം. നിന്റെ ഒരു പൊത്തി. ഇനി വേറെ ഒന്നുകൂടി ചേർക്കണം. മകനെ, നീ വീട് വിട്ടു പോയതിന് ശേഷം എനിക്ക് ഊണില്ല, ഉറക്കമില്ല. ഞാൻ മരിക്കാൻ കിടക്കുകയാണ്. ഉടനെ മടങ്ങി വരിക. ഇതങ്ങ് വായിച്ചു കഴിഞ്ഞാൽ സാറിന് എവിടെയൊക്കെ മക്കളുണ്ടോ അവരൊക്കെ ഇനി ഓടിയെത്തും. എങ്ങനെ ഉണ്ട്? എന്നും ഈ ലോഡ്ജിൽ തന്നെ താമസിക്കാനാണോ ഭാവം? ഓരോ ദിവസവും ഓരോ ലോഡ്ജിലേക്ക് മാറണം. അല്ലെങ്കിൽ ആളുകൾ സംശയിക്കില്ലേ? എനിക്കൊരു മനസ്സമാധാനമില്ല. അതൊക്കെ സാവധാനം മാറിക്കോളും.